السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ, ഇജാബത്തുള്ള മജ്ലിസായി നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് അതനുസരിച്ച് അമല് ചെയ്യുന്നവർക്ക് ഈ മജ്ലിസിന്റെ ഫളലിനെ നീ കാണിക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മഹത്വം നീ കാണിക്കണേ അല്ലാ. ശാരീരികമായും മാനസികമായും പല നിലക്കുള്ള പ്രയാസങ്ങൾ അറിയിച്ചവരുണ്ട്. അള്ളാഹുവേ സകല പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ, സകല പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേ അല്ലാ, രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ മനസ്സിന് നല്ല സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഒരു കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നന്നായ സ്നേഹബന്ധം നിലനിൽക്കേണ്ടതുണ്ട്. നല്ല സ്നേഹബന്ധത്തിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ് ഒരു കുടുംബം നയിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നല്ല സന്തോഷം നിലനിൽക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ വിജയം ആ കുടുംബത്തിലെ ഭാര്യയാണ്. ഒരു കുടുംബജീവിതത്തിലെ ഭാര്യയുടെ വിജയം ആ കുടുംബത്തിലെ ഭർത്താവാണ്. ഇങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു. ഈ ഭർത്താവിന് വരുന്ന സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഭർത്താവിന് വരുന്ന കടങ്ങൾ, ഈ കടങ്ങൾ ഒരുവിധം ഈ ഭാര്യയ്ക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭർത്താവിനുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ ഈ ഭാര്യയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഭർത്താവ് കുടുങ്ങുന്ന വിഷയങ്ങളിൽ ഈ ഭർത്താവിനെ രക്ഷിക്കാൻ പലപ്പോഴും നമ്മുടെ ഉമ്മമാർക്ക് അതല്ലെങ്കിൽ ഭാര്യമാർക്ക് സാധിക്കും. ഇത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ഈ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മജ്ലിസിലൂടെ നമ്മൾ ഈ അമല് പറയുന്ന സമയത്ത്, ഈ ദിക്ർ നമ്മൾ പറയുന്ന സമയത്ത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിനുണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടങ്ങൾ, ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചകൾ, ഇങ്ങനെ തുടങ്ങി ഒരു ഭർത്താവിനുണ്ടാകുന്ന വിഷയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്ന് നമുക്ക് ആ ഭർത്താവിനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ മജ്ലിസിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഭർത്താവിൻ്റെ വിജയം ആ കുടുംബത്തിലെ ഭാര്യയാണ്. ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർ ഗൾഫിലും അതുപോലെ തന്നെ ഭാര്യമാർ നാട്ടിലുമായി ജീവിക്കുന്നവരുണ്ട്. ഈ കുടുംബങ്ങളിൽ നമുക്ക് സമാധാനം നിലനിൽക്കാനും കുടുംബത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും കടങ്ങളെല്ലാം വീട്ടിക്കിട്ടാനും ഈ ഭർത്താവിന് കടങ്ങൾ വരാതിരിക്കാനും ഉപകരിക്കുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ഒരു വീടിൻ്റെ ഐശ്വര്യം, ഒരു വീടിൻ്റെ വെളിച്ചം എന്നത് ആ വീട്ടിലെ ഭാര്യയാണ്, അതല്ലെങ്കിൽ ആ വീട്ടിലെ ഉമ്മയാണ്. ഈ വീട്ടിലെ ഭാര്യ ആ വീടിൻ്റെ ഐശ്വര്യമാകുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ, ഇത് ഈ ഭർത്താവിനെ ഈ ഭർത്താവിൻ്റെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും. ഈ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ, ഒരു സമാധാനം ലഭിക്കാൻ ഈ പറയുന്ന 2-3 കാര്യങ്ങൾ നമ്മെ വളരെ അധികം സഹായിക്കും.
നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ മജ്ലിസ് കേൾക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ ഈ 3 മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിരിക്കണം. ഒന്നാമതായി, വീട് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത്, നമ്മൾ അടിച്ചുവാരുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കഴുകുന്ന സമയത്ത് നമ്മൾ അത് ഒരു മൂലയിലോ അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ എവിടെയും വീടിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കാതിരിക്കുക. വീട് അടിച്ചുവാരിക്കൊണ്ട് വീടിൻ്റെ ഒരു മൂലയിൽ അത് കൂട്ടിവെക്കുക, അത് നമ്മൾ ചെയ്യാതിരിക്കുക. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുമരുകളിലും അതല്ലെങ്കിൽ വീടിൻ്റെ പല ഭാഗങ്ങളിലും ജനലുകളിലും വാതിലിൻ്റെ ബാക്കിലൊക്കെ കാണുന്ന ചിലന്തിയുടെ വല, എട്ടുകാലിയുടെ വല, ഈ വല നമ്മൾ തട്ടിക്കളയണം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ പാകം ചെയ്യുക. ഭക്ഷണം പാഴാക്കി കളയാതിരിക്കുക. നമുക്ക് ആവശ്യമായതിലും അപ്പുറം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക, ആ ഭക്ഷണം നമ്മൾ പാഴാക്കി കളയുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ഇത് നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് നമ്മെ സഹായിക്കും. ഇതുപോലെ തന്നെ ഇത് വീട്ടിലുള്ള ഭാര്യമാരും അതുപോലെ തന്നെ ഉമ്മമാരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലങ്ങളിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒന്നാമതായി, ഭർത്താവിൻ്റെ വരവ് അത് ഒരു ഭാര്യ അറിഞ്ഞിരിക്കണം. ഭർത്താവിന് എത്ര ശമ്പളം ലഭിക്കുന്നുണ്ട്, ജോലി ചെയ്താൽ എത്ര കൂലി ലഭിക്കുമെന്ന് ഈ ഭാര്യ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമതായി നമ്മുടെ ശീലത്തിൽ നമ്മൾ വരുത്തേണ്ട ഒരു മാറ്റം അതാണ്. രണ്ടാമത്തെ കാര്യം, കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഭർത്താക്കന്മാർ പലപ്പോഴും ഭാര്യയ്ക്ക് ക്യാഷ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അതല്ലെങ്കിൽ ഭാര്യമാർക്ക് മറ്റ് മാർഗങ്ങളിലൂടെ സമ്പത്ത് ലഭിക്കും, അതല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ക്യാഷ് ലഭിക്കും. ഈ ക്യാഷ് നമ്മൾ സ്വരൂപിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സമയത്ത് പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിതമായ തുക നമ്മൾ എപ്പോഴും സ്വരൂപിച്ചു കൊണ്ടിരിക്കണം. അത് നമ്മുടെ പല വിജയങ്ങൾക്കും നമുക്ക് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യം, ഈ സാഹചര്യം നമ്മുടെ മക്കളെ കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. മക്കൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കണം. മക്കളെ നമ്മൾ സ്നേഹിക്കണം. വാത്സല്യം അവർക്ക് നന്നായിട്ട് നൽകണം. സ്നേഹത്തോടുകൂടി നമ്മൾ മക്കളെ പോറ്റി വളർത്തണം. ഇതെല്ലാം ശരിയാണ്. പക്ഷേ പ്രയാസം എന്താണെന്ന് ഈ മക്കൾ കൂടി, നമ്മുടെ ജീവിതം നമ്മൾ ഏത് രൂപത്തിൽ ജീവിക്കുന്നോ ഈ ജീവിതത്തിൻ്റെ ഈ സാഹചര്യം നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന മക്കളാണെങ്കിൽ ഈ മക്കൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരേപോലെ അവർ ജീവിതത്തിൽ പഠിക്കാനും അവരുടെ ജീവിതത്തിൽ അത് അവർ ശീലമാക്കാനും അത് ഉപകരിക്കും. ഈ 3 കാര്യങ്ങൾ കൂടി നമ്മുടെ ശീലങ്ങളിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ അമലിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഭർത്താവിൻ്റെ വിജയത്തിന് വേണ്ടി, ആ ഭർത്താവിന് കടം വരാതിരിക്കാൻ വേണ്ടി, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കുടുങ്ങിയവർ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി, ലക്ഷങ്ങൾ കടങ്ങൾ ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകൾ, ഇന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വളരെ മഹത്വമായ 2 ഇസ്മുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ പറയുന്നത്. ഈ 2 ഇസ്മുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുള്ള ഇസ്മുകളാണ്. ഈ ഇസ്മ എല്ലാ ദിവസവും നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. ഭാര്യമാരും ഉമ്മമാരുമാണ് ഈ ദിക്ർ പതിവാക്കേണ്ടത്. ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടി, ഉപ്പമാരുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ വീടുകളുടെ ഐശ്വര്യമായ വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ ഭാര്യമാരും ഉമ്മമാരും ഈ ദിക്റിനെ പതിവാക്കുക. ഏതാണ് ആ ദിക്ർ? പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ പറയുന്ന യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം, 2 ഇസ്മുകളാണ്. യാ മാലിക്കൽ മുൽക്ക് അത് ഒരു ഇസ്മാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം അത് 2ാമത്തെ ഇസ്മാണ്. ഈ 2 ഇസ്മുകൾ കൂട്ടി ഒരു ദിക്റായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്.
യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. ഈ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ദിക്റിനെ നമ്മൾ പ്രത്യേകം അദദുകൾ ആയിട്ട് ഇത് ചെയ്യേണ്ടതില്ല. എന്നിരുന്നാലും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ അദദ് 99 തവണയാണല്ലോ. അതുകൊണ്ട് ഈ 99 തവണ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും നമ്മൾ ഈ ഇസ്മ പതിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭർത്താക്കന്മാർ ഒരു ഇടങ്ങേറിലും കുടുങ്ങാതിരിക്കാൻ, സാമ്പത്തികമായ നഷ്ടങ്ങൾ വരാതിരിക്കാൻ, ബിസിനസ്സുകളിൽ ഉയർച്ച ലഭിക്കാൻ പലപ്പോഴും എൻ്റെ മജ്ലിസിലേക്ക് വിളിച്ച് സഹോദരിമാർ വിഷമങ്ങൾ അറിയിക്കാറുണ്ട്. സ്നേഹമുള്ള ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാർ പലപ്പോഴും വിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വിഷമങ്ങൾ അറിയിക്കും. ആ ഭർത്താവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവേ നീ നിലനിർത്തണേ അള്ളാഹ്. ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ, ഭർത്താക്കന്മാർ തിരിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ, ഇതുപോലെ സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടി ഇത് ഭാര്യമാരോട് പറയാനുള്ള കാരണം, അതല്ലെങ്കിൽ ഉമ്മമാരോട് പറയാനുള്ള കാരണം, സ്വാഭാവികമായും കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലിയിലേക്ക് പോകുന്നവരും അധ്വാനിക്കുന്നവരും കുടുംബം വിട്ടു നിൽക്കുന്നവരും ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും കുടുങ്ങുന്നത് ഭർത്താക്കന്മാരും ഉപ്പമാരുമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് യാതനകളും അനുഭവിക്കുന്നവരാണ് അവർ. അവരുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ, അവർക്കുണ്ടാകുന്ന കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ, അവർക്ക് കടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് മാനസികമായ ഒരു സന്തോഷം അവർക്ക് ലഭിക്കാൻ വേണ്ടി, മറ്റു വേണ്ടാഹീനങ്ങൾ അവരുടെ കൽബിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക. വളരെ മഹത്വമായ ദിക്റാണ്. നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങിപ്പോകുന്ന, അള്ളാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങുന്ന അത്രയും മഹത്വമുള്ള ദിക്റാണ്. ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. ഇൻഷാ അള്ളാഹ് ആ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ, സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഒരുപാട് ഉമ്മമാർ കഴിഞ്ഞ മജ്ലിസിൻ്റെ താഴെ ഒരുപാട് ഉമ്മമാർ മെസ്സേജുകളിലായിട്ടും അതുപോലെ കമൻറ്റുകളിലായിട്ടും ഫോണിലൂടെ വിളിച്ചറിയിച്ച ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് വല്ലാതെ ഒരു മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രയാസമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കടം, പലിശ, ജപ്തി എന്നുള്ളതൊക്കെ. അള്ളാഹുവേ നീ സംരക്ഷണം നൽകണേ അള്ളാഹ്. അള്ളാഹുവേ നീ ഹിഫ്ള് നൽകണേ അള്ളാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അള്ളാഹ്. ഈ മജ്ലിസ് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഈ മജ്ലിസിനെ നീ ഷിഫാഇൻ്റെ മജ്ലിസാക്കണേ അള്ളാഹ്. ഈ മജ്ലിസിനെ നീ ഷിഫാഇൻ്റെ മജ്ലിസാക്കണേ അള്ളാഹ്. ഈ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, അള്ളാഹുവേ ഈ മജ്ലിസിൻ്റെ താഴെ കമൻറ്റുകളിലായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ കടങ്ങൾക്കെല്ലാം നീ ഒരു ഫതഹിൻ്റെ ബാബുകളെ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം നീ കാണിക്കണേ അല്ലാ. ഇനി കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പലിശ എന്ന വിപത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഹറാമായ പലിശയിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ഓരോരുത്തർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. എല്ലാവരും ജീവിതത്തിൽ ഈ ഇസ്മിനെ പതിവാക്കുക, ഈ ദിക്ർ പതിവാക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഈ ദിക്റിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും. വെച്ചടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.